ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ക്രിസ്മസ് ഷൂട്ടിൻ്റെ അന്ന് നമ്മൾ ആ ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? വെളി ഗ്രൗണ്ടിലാണ് അത് നടക്കുന്നത്. അവിടെ ഇങ്ങനെ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല DJ പ്രോഗ്രാംസ് അതുപോലെ റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ കുറച്ച് ദിവസമായി വിചാരിക്കണു അവിടെ പോകണമെന്ന്. അപ്പോൾ എൻ്റെ കൂടെ രാമുണ്ട്, ആരതി ഉണ്ട്, ജീവയുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇനി അവിടെ വരും. ആൻഡ് പോകുന്ന വഴിയൊക്കെ നല്ല രസമാട്ടോ, ഫുൾ ലൈറ്റ്സ് ആണ്. ആൻഡ് ഈ വീട് നോക്കുക ഗൈസ്, ഫുൾ സ്റ്റാർസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആകാശത്ത് പോലും ഇത്ര നക്ഷത്രം ഉണ്ടാവൂലോ ഈശ്വര. ആൻഡ് തോപ്പുംപടിന്ന് പിന്നെ കൊച്ചിയിലേക്ക് എത്തുന്നവരെ, ഏതാണ്ട് വെളി ഗ്രൗണ്ട് എത്തുന്നവരെ പിന്നെ നോക്കേ വേണ്ട, അത്രയ്ക്കും തിരക്കായിരിക്കും. നമ്മൾ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ബോട്ട് പോലെ തുഴഞ്ഞാ പോയിക്കൊണ്ടിരുന്നത്. ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഗലാഡി ഫോർട്ട് കൊച്ചിയിൽ വരുമെന്ന്. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ വലിയ ബിഗ് ട്രീയും. ഓ ഹായ്, ഈ ഫാൻസിന്റെ ഒരു കാര്യം. ആരാ? എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ് അത്. Hey guys, the big tree is here. ഇത് ഈ ട്രീ കാണിക്കാനേ കൊണ്ടുവന്നേ. ഗൈസ് കണ്ടോ, ഇത്രയും ബ്ലോക്ക് സഹിച്ച് വന്നതിന്റെ വേർത്ത് ഈ ട്രീ ആണ് ഗൈസ്, ഈ ഒരൊറ്റ ട്രീ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് നമ്മൾ ഇനി അകത്തേക്ക് കയറി ഞാൻ ട്രീൻ്റെ അടുത്ത് പോകുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണ്. എന്നാലും നമ്മളിതാ പോവാണ്. ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കോളിഫ്ലവറും പിന്നെ മുളക് ബജിയും കൂടെ കഴിച്ചു കേട്ടോ. ഇതിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മദാമപ്പൂട. പിന്നെ പഞ്ഞിമിഠായി. ആൻഡ് ഇതാണ് 31st ഇവിടെ കത്തിക്കാൻ പോകുന്ന ജയൻ പപ്പാനി. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പം നമ്മൾ കാർത്തീനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഇതിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രീ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാം അല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്കും സ്റ്റേജ് കണ്ടു. സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഇനി അപ്പുറത്തേക്കൂടെ വരണം ട്രീൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. സോ ട്രീ കാണണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചിട്ട് ജസ്റ്റ് പിക്സ് ഒക്കെ എടുത്തിട്ട് തിരിച്ചിനി പപ്പാനിയുടെ അടുത്തേക്ക് പോവാം കേട്ടോ. നമ്മൾ റോഹുവിനെ കണ്ടിരിക്കുകയാണ്. ഇല്ല, ക്യാമറ കണ്ടില്ല. എത്ര വർഷായത് ഐഡന്റിറ്റി. തിരിഞ്ഞോ? ഇല്ല, ലൈറ്റ് ഇല്ല. പോട്ടെ, ഫ്ലാഷ് ഇട്ട ബോറ് പോട്ടെ. ഇങ്ങോട്ട് കാണിക്കേ, എന്ത് ആണേ ചൂണ്ടിക്കാണിക്കേ. എവിടെ? അങ്ങനെ നമ്മൾ ശില്പേനെയും അശ്വതിനെയും കാർത്തിനെയും കണ്ടുമുട്ടിക്കണം. ഇത് അശ്വതിയുടെ ഹസ്ബൻഡ്. മറ്റേ അശ്വതിയുടെ ഡാൻസ് കണ്ടിട്ട് അശ്വതിയുടെ ഡാൻസ് കണ്ട് വരണ്ടോടിയ ഹസ്ബൻഡ്. അപ്പോൾ രാമുട്ടൻ ദുബായിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് കാർത്തിയൊക്കെ കാണുന്നത്. അപ്പോൾ കുറച്ചു നേരം ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിക്സ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പിരിഞ്ഞ് അടി ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ പിക്സ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ പിന്നെ അടിയോടടിയായിരിക്കും. കാരണം ആരും എടുക്കാൻ റെഡി ആകൂല. ഇനി ആരെങ്കിലും എടുക്കാൻ റെഡി ആയി തന്നെ അയാൾ തൊട്ട് ബാക്കിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത അടി. ഈ എടുക്കുന്ന ആളുടെ ഫേസിൽ മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തൊട്ട് ബാക്കിൽ നിന്നാൽ മാത്രമേ നമ്മുടെ ഫേസിലേക്ക് ലൈറ്റ് അടിക്കുള്ളൂ. സോ അതും പറഞ്ഞിട്ടാണ് ഈ വഴക്ക് കൂടണേ. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ ഫോട്ടോസ് എടുത്തു ഗൈസ്.
അപ്പോൾ എന്തായാലും വന്നല്ലേ, അപ്പോൾ റീൽസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് സോങ്സ് ഒക്കെ ഇവിടെ പ്ലേ ചെയ്തത്. അപ്പോൾ ആരും ഡാൻസ് കളിക്കുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ പേര് വിചാരിച്ചു എൻ്റെ പ്രോഗ്രാമാണെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ആരും ഡാൻസ് കളിക്കാത്തതുകൊണ്ട് അങ്ങനെ ഞാനും ജീവയും മാരുതിയും കൂടെ കയറി കളിച്ചാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓണായി. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് ഒക്കെ കഴിച്ചിങ്ങനെ ക്ഷീണിച്ച് വെള്ളം കുടിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി വന്നിട്ട് എന്നെ മീറ്റ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ സോനാക്ഷിയാണ് എനിക്കിന്ന് സ്റ്റെപ്പ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ചെയ്യാം. അപ്പോൾ സോനാക്ഷി ഇതാ എനിക്ക് സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ ടേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഹാപ്പിയായി, ആളും ഹാപ്പിയായി. പാട്ട് പാടാനറിയാതെ ഗൈസ്, അപ്പൊ ഞാൻ ഫോർട്ട് കൊച്ചി വന്നപ്പോ എന്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടുപോകും. എന്താ പറയാനുള്ളത്? ഞാൻ ഫോർട്ട് കൊച്ചിയിലെ സോനാക്ഷിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സുബിമോന്നാണ്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട്. പിന്നെ രാമൂട്ടനെ അറിയാം. അപ്പൊ എല്ലാരും ചേച്ചിക്ക് അത്ര ചാടയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ചാടയൊക്കെ രാമോട്ടൻ. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. വീഡിയോ ഒരെണ്ണം എടുക്കാനുണ്ട്, ആ എടുക്കാൻ പറ്റാതെ ഞങ്ങളതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വഴി കണ്ട് കുറച്ച് ലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാസ്കോ ഡ ഗാമ വെന്റ് ടു ദ ഡ്രം എടുക്കണം. അങ്ങനെ ഞങ്ങൾ വേളി ഗ്രൗണ്ട് ഇങ്ങനെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു ഗ്രൗണ്ട് പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കളിക്കാമെന്നാണ് വിചാരിച്ചത്. അതായത് ഈ ഒരു ഡാൻസ് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയത്. സോ ഈ റീൽ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.